സംസ്കൃതം സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർക്കെതിരെ പ്രതിഷേധം. കേരള സെനറ്റ് ഹാളിന് പുറത്തായിരുന്നു കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിന് പുറത്തായിരുന്നു SFI പ്രതിഷേധം. സെനറ്റ് ഹാളിലെ എല്ലാ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, ഇപ്പോൾ എന്താണ് അവിടെ സ്ഥിതി? പ്രതിഷേധക്കാർ അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടോ? പ്രതിഷേധം തുടരുന്നുണ്ടോ? മോത്തി, 1 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിന് ഒടുവിൽ 1.5 മണിക്കൂറാണ് കേരള സർവകലാശാലയിൽ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിന്റെ സെമിനാർ നടന്നത്. ഈ സെമിനാറിന്റെ തുടക്കത്തിന് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തും മുൻപ് തന്നെ SFI പ്രതിഷേധം പ്രകടനം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ഗവർണർ സെനറ്റ് ഹാളിനുള്ളിലേക്ക് ഉദ്ഘാടന പരിപാടിക്കായി കയറിയതിന് ശേഷം SFI പ്രതിഷേധവുമായി കവാടത്തിലേക്ക് എത്തി. അവിടെ നിന്ന് സെനറ്റ് ഹാളിനകത്തേക്ക്, അതായത് കോമ്പൗണ്ടിനകത്തേക്ക് ഇരച്ചു കയറുകയും സെനറ്റ് ഹാളിനുള്ളിലേക്ക് കയറാനുള്ള നീക്കം നടത്തിയപ്പോൾ പോലീസ് അകത്തു നിന്ന് മുഴുവൻ വാതിലുകളും ജനലുകളും അടച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാരെ അകത്തേക്ക് കയറുന്നതിനുള്ള നീക്കം തടഞ്ഞത്. അമൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അമൽ, പുറത്തുനിന്ന് ഈ കാഴ്ച കണ്ടതാണ്. അമൽ, എങ്ങനെയായിരുന്നു SFIയുടെ പ്രതിഷേധം ഈ കവാടം കടന്നകത്തേക്ക് വന്നത്? ഗവർണർ ഇവിടേക്ക് എത്തുമ്പോൾ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഒഴിവാക്കി. അതിനുശേഷം പിന്നീട് പ്രകടനമായി യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തു നിന്നും പ്രവർത്തകർ ഈ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിനവിടേക്ക് എത്തി. ഗേറ്റിനവിടെ എത്തിയപ്പോൾ കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു. വരും ജലപീരങ്കി അടക്കം വജ്ര അടക്കമുള്ള വാഹനങ്ങൾ അവിടെ ക്രമീകരിച്ചിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ മറികടന്ന് അതിവേഗത്തിൽ പ്രവർത്തകർക്ക് അകത്തേക്ക് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചങ്ങല ഉപയോഗിച്ച് മാത്രം, വളരെ ചെറിയൊരു ചങ്ങല ഉപയോഗിച്ച് ഗേറ്റുകളുടെ അപ്പുറയും ഇപ്പുറയും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനിടയിലൂടെ സ്വാഭാവികമായി പ്രവർത്തകർക്ക് വളരെ സിമ്പിളായി അകത്തേക്ക് പോരാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിന്റെ മുന്നിലത്തെ ഗേറ്റിൽ പ്രശാന്തതിന്റെ ഉള്ളിലിരുന്ന് ഈ പ്രസംഗം കേൾക്കുമ്പോൾ തൊട്ടുപുറത്തിരുന്ന് ആ കതകിന് സൈഡിലിരുന്ന് ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പ്രവർത്തകർക്ക് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ വലിയ പ്രതിഷേധമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടായത്. ഗവർണറെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. തുടർന്നായിരുന്നു പോലീസിന്റെ ഇടപെടൽ.